കിട്ടിയതിന് പിന്നാലെ ചുക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖയാണ് ഇന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. സ്ഥലമാറ്റത്തിൽ മനോവിഷമത്തിലായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. DMO ഓഫീസിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ആണ് ചേരുന്നത്. നിഖിൽ, എന്തായാലും ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഈ ആളുകൾക്ക് ഇത്തരത്തിൽ വലിയ മനോവിഷമം ഉണ്ടാക്കുന്നു. അതിന് പിന്നാലെ ജീവൻ വരെ നഷ്ടമാകുന്ന സാഹചര്യം, വലിയ പ്രതിഷേധവും ഉണ്ടാകുന്നു. അതിൽ ഇപ്പോൾ മുതിർന്ന CPM നേതാക്കൾ അടക്കമുള്ളവരുടെ ആരോപണം ഏത് രീതിയിലാണ്? സ്വാതി, ഏതായാലും ഇന്ന് രാവിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നതിനിടയിലാണ് ചുക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ ദീപലേഖ കുഴഞ്ഞു വീഴുന്നതും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരിക്കുന്നതും. ദീപലേഖ മരിച്ചത് ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചതിന്റെ രാഷ്ട്രീയ പ്രേരിതമായി ട്രാൻസ്ഫർ ഓർഡർ നൽകിയതിലെ മനോവിഷമത്തിലാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇത് സഹപ്രവർത്തകർ, അതായത് ചുക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം പറയുന്നുമുണ്ട്. കാരണം ഇന്ന് രാവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം നടക്കുന്ന സമയത്തടക്കം ദീപലേഖ സംസാരിച്ചത് ഇക്കാര്യത്തെക്കുറിച്ചായിരുന്നു. ദീപലേഖ 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ ചുക്ലി പഞ്ചായത്തിലേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറായി എത്തിയിട്ട്. പുതിയ ഈ ട്രാൻസ്ഫറിന്റെ കരട് വന്നപ്പോൾ അവർക്ക് ആദ്യം മട്ടന്നൂരിലേക്കായിരുന്നു ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ മട്ടന്നൂരിലെ ട്രാൻസ്ഫർ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് പക്ഷെ മാറ്റിക്കൊടുത്തത് പിണറായിയിലേക്കാണ്. ഈ 4 മാസത്തിനിടെ ഇവർക്കൊരു ആക്സിഡന്റ് പറ്റുന്നു. ഈ ആക്സിഡന്റിനെ തുടർന്ന് ഇവർക്ക് യാത്ര ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവർ ചുക്ലിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ മേപ്പയിൽ സ്വദേശിനിയാണ്. അപ്പോൾ അവർക്ക് ചെറിയ സൗകര്യമെങ്കിലും വന്നു പോകാനുള്ളത് ഈ ചുക്ലിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യരുത് എന്നിവർ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നതാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ രാഷ്ട്രീയ പ്രേരിതമായി ദീപലേഖയെ സ്ഥലം മാറ്റി. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നത് തന്നെയാണ് ആരോപണം ഉയരുന്നത്. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വലിയ ആരോപണം സർക്കാരിനെതിരെ CPIM നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. MV ജയരാജൻ പറഞ്ഞത് ജീവനക്കാരെ കൊലക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫറാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഈ സർക്കാർ UDFന്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ UDF അനുകൂല സർവീസ് സംഘടനകൾ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് വലിയ രീതിയിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങളാണ് നടക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ 4 മാസമായും മറ്റും ഒരു ഓഫീസിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളെ പോലും, ചുരുങ്ങിയ കാലം ഒരു ഓഫീസിലിരുന്ന ആളുകളെ പോലും ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക് ഉണ്ടാക്കുന്നത് എന്നതാണ് പറയുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് പലയിടങ്ങളിൽ, പ്രത്യേകിച്ചും ഈ മലബാറിലെ കാസർഗോഡും കണ്ണൂരും ഒക്കെയായി ഈ ആളുകൾ മരിക്കുന്ന സംഭവം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവമൊക്കെ വർദ്ധിക്കുന്നത് കൂടി കണക്കിലെടുത്ത് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ DMO ഓഫീസിൽ DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളമായി DMO ഓഫീസിനകത്ത് DYFIയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എത്തി പ്രവർത്തകരെ ഇവിടെ നിന്ന് ഈ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആളുകളെ കൊലക്ക് കൊടുക്കുന്ന ഈ ട്രാൻസ്ഫർ നടപടികളിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ അത്തരം നടപടികൾ സ്വീകരിച്ച ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലാതെ ഒരു കാരണവശാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടെടുത്താണ് ഇപ്പോഴും ഈ DMO ഓഫീസിനകത്ത് DYFIയുടെ ഒരു പ്രതിഷേധം തുടരുന്നത്. ഈ ഓഫീസിനകത്ത് കുത്തിയിരുന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് DYFI കടന്നിരിക്കുന്നത്. പോലീസ് ഇവരോട് പുറത്തു പോകാനൊക്കെ ആവശ്യപ്പെട്ടു, അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത്തരത്തിലുള്ള ഒന്നിനും വഴങ്ങില്ല. പ്രതിഷേധം കടുപ്പിക്കും. ഇക്കാര്യത്തിൽ ഒരു നടപടി ഇല്ലാതെ പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും കുത്തിയിരുന്നുള്ള ഒരു സമരത്തിലേക്ക് തന്നെ കടക്കുന്നു. അവിടെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇവിടെ പ്രതിഷേധിക്കുന്ന DYFIയുടെ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഒരു കാരണവശാലും ഈ സമരം അവസാനിപ്പിക്കില്ല, അറസ്റ്റിന് വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം കടുപ്പിക്കുകയാണ് DYFI ചെയ്യുന്നത്. ഏതായാലും രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം സ്ഥലം മാറ്റങ്ങൾ. അതിനെ അനുവദിക്കില്ല എന്നത് തന്നെയാണ്. വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കണ്ണൂർ DMO ഓഫീസിനകത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു. ആ അറസ്റ്റിനെ DYFI പ്രവർത്തകർ പ്രതിരോധിക്കുന്നു. ആ കാഴ്ചകളാണ് കാണുന്നത്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കണ്ണൂർ DMO ഓഫീസിനകത്ത് പോകുന്നു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഈ DYFI നേതാക്കൾ, DYFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ അറസ്റ്റ് വഴങ്ങില്ല. ഇക്കാര്യത്തിൽ നിയമ നടപടികൾ കൃത്യമായി വേണം. കാരണം ഈ രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിൽ സ്ഥലമാറ്റം നടത്തുന്നത് വലിയ മാനസിക വിഷമമാണ് ജീവനക്കാർക്ക് ഉണ്ടാക്കുന്നത്. അത് മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുന്നത് വരെ എത്തുന്നു. അതുകൊണ്ട് ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല എന്ന രാഷ്ട്രീയ നിലപാട് DYFIയും CPIM എല്ലാം പറയുന്നു. അറസ്റ്റ് നീക്കം വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. ഇവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണ് കണ്ണൂർ DMO ഓഫീസിനകത്ത്.
സ്ഥലംമാറ്റ ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ ചൊക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖ കുഴഞ്ഞു വീണ് മരിച്ചതിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ്. സ്ഥലം മാറ്റത്തിലുള്ള മനോവിഷമത്തിലായിരുന്നു എന്നാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. DMO ഓഫീസിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. ചൊക്ലി DMO ഓഫീസിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ്. സ്ഥലംമാറ്റ ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ ചൊക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖയാണ് ഇന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇത്തരത്തിൽ ഈ സ്ഥലം മാറ്റം കാരണം പല ആളുകൾക്കും വലിയ മനോവിഷമം ഉണ്ടാകുന്നുണ്ട്. ഇത് ഈ കോൺഗ്രസ് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരോട് യാതൊരു ദയവുമില്ലാതെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം നൽകുന്നത് എന്നുള്ളതാണ്. സ്ഥലമാറ്റത്തിൽ ഒരു നീതീകരണവും ഇല്ല എന്നുള്ളതാണ് മുതിർന്ന CPIM നേതാവ് MV ജയരാജൻ അടക്കമുള്ള ആളുകൾ വിമർശിക്കുന്നത്. തലങ്ങും വിലങ്ങും സ്ഥലമാറ്റങ്ങൾ നടക്കുന്നത് ഒരു മാനദണ്ഡവും ഇല്ലാതെ എന്നുള്ളതാണ്. ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാവുന്നത്. DMO ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നതോടുകൂടി കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇന്ന് ആണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മരണം ഇതുപോലെ സംഭവിക്കുന്നത്. ഈ സ്ഥലം മാറ്റത്തിലുണ്ടായിരുന്ന മനോവിഷമത്തിന് പിന്നാലെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചത് എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം.